എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ. ആരാണെന്ന് നമുക്ക് നോക്കിയേ. ഇതാരെയാ കണ്ടോ? അമ്മയെ കാണാത്തവർ കേട്ടോ, ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ഓൾറെഡി പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എഗെയിൻ ഞാൻ ഇന്ന് അമ്മയുടെ വീഡിയോ ആയിട്ട് വന്നാൽ അമ്മ അതാ അങ്ങനെ അമ്പലത്തേക്കുള്ള മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ഒരു ഹായ് പറയില്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചക്ക കൊണ്ട് ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞങ്ങൾ പറയുന്നത് അതിന് ചക്ക പൂർണ്ണം എന്നാണ്. അത് വെറുതെ കഴിക്കാം, പിന്നെ അട പോലെ ഉണ്ടാക്കാം, പിന്നെന്താ ചപ്പാത്തിയിൽ റോൾ ചെയ്യാം, വെറുതെ കഴിക്കാം. വെറുതെ കഴിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്, എന്നാലും അങ്ങനെയും ചെയ്യാം. ഇത് കുറച്ച് ദിവസം വെക്കാൻ പറ്റുമോ? ഒരു കഷ്ടിച്ച് ഒരു മാസം വെക്കാം, അതിൽ കൂടുതൽ ഇരിക്കില്ല. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെന്താ പരിപാടി? ഞാൻ ചക്കപ്പൂർണ്ണം ഉണ്ടാക്കാൻ പോവാണ്. അതിനാദ്യം ചക്ക മുറിച്ച് ഇതേമാതിരി കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ ചെയ്യണ പോലെ ചെറുതായി മുറിക്കുക. പൂർണ്ണത്തിലാണ് ഇതിങ്ങനെ ചെറുതായി അരിഞ്ഞിരിക്കുകയാണ്. അതിനെ സ്റ്റീമറിലേക്ക് വാരിയിടുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ ധാരാളം. ഒന്ന് ആവി കയറി കിട്ടേ വേണ്ടു, ഒന്ന് സോഫ്റ്റ് ആവുക അല്ലേ? സോഫ്റ്റ് ആയി വെന്തിട്ടാവും. ഇത് അരക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് പിന്നെ ആദ്യം നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. ചക്ക ചെറുതായി മുറിച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. വെള്ളം ഒരുക്കാനാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വലിയ അച്ചാണല്ലോ അല്ലേ? അതെ, ഒരു 10 അച്ച 12 അച്ച 1 കിലോയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ 5 എണ്ണമായ ഏകദേശം 1/2 കിലോ ആയി. 6, 7, 8, 9. രണ്ടിനും കൂടിയിട്ടാണ് കേട്ടോ. ഏത് രണ്ടിനും? വെട്ടാൻ ഇത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഉരുക്കാൻ വെച്ചിരിക്കണം. ഉരിച്ചിട്ട് അരിക്കണം. അടിയിൽ കല്ലുണ്ടാവും. എന്നിട്ട് അതിനെ പാവാക്കണം. വെള്ളം ഉരുക്കി കഴിഞ്ഞു. ഞാൻ ഇതിനെ അരിക്കുകയാണ് കേട്ടോ. ഇനി എന്താ പരിപാടി? ഞാൻ ചക്കപ്പൂർണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ അരിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴേ ഉരുക്കിയത് മുഴുവൻ ഉപയോഗിച്ചില്ലല്ലോ? മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച്. ഞാൻ ഈ ചെയ്യണതിന് ഒരു 1/4 കിലോ വെല്ലേ വേണ്ടിയുള്ളൂ. മധുരം ഓരോർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടിട്ട് ഇതിൽ വേണം. നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഇതിൽ പൂർണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അരിച്ച് പാത്രത്തിലിട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഒരുവിധം പാവായ വെല്ലമാണ്. ഇത് ചക്ക വേവിച്ചത് ആവി കയറ്റി ശരിയാക്കിയതാണ്, വെള്ളം ഒഴിച്ച് വേവിച്ചതല്ല. ഇത് നല്ലോണം തിളച്ച് പാവാകുമ്പോൾ ഇതിനെ അതിൽ കൊട്ടണം. ഇതിനെ ഉടയ്ക്കണോ? അങ്ങനെ അല്ല, ഇതിങ്ങനെ ഇരുന്നാലേ ഇത് നല്ലോണം അതിൽ വരട്ടിയിട്ട് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് കടിക്കാനുണ്ടാവും. അത് ഓക്കെ ഓക്കെ. ഇത് പാവാവട്ടെ. നല്ല കുറുകണോ? കുറച്ച് നല്ലോണം കുറുകിക്കോട്ടെ. ഓക്കെ. ഇതിലെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിക്കാം. പാവ് ഏകദേശം ഇങ്ങനെ ആവുമ്പോൾ ചക്ക ഒഴിച്ചതിന് ഇതിൽ പൊടിയിടാം.
ഇനി ഇതിനെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് നീ വെല്ലം ആ ചക്കയിൽ കിടന്നിട്ട് നല്ലോണം അതിൽ ഇത് ഇങ്ങനെ കുറുകി വരണം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതന്ന് അമ്മ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അടച്ച് വെച്ച് നമ്മുടെ പണിക്ക് പോയതാട്ടോ. ഇത് കണ്ടോ, നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് ആ ചക്ക. അതിൽ കിടന്നിട്ട് നന്നായി വേവാൻ തുടങ്ങിയതിൻ്റെ എഫക്റ്റാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അമ്മ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ഇത് കണ്ടോ, ആ തിക്നെസ്സൊക്കെ നല്ലോണം മാറുന്നത്, നല്ലോണം ആ ചക്ക ആ ശർക്കരയോട് കൂടിയിട്ട് ചേർന്ന് തുടങ്ങി. ഇത് ഏകദേശമായി. ഇനി ഞാൻ ഇതിൽ ചെറിയ വെച്ച് തേങ്ങ കൂട്ടുകയാണ് കേട്ടോ. എത്ര തേങ്ങ ഉണ്ടാവും? കഷ്ടിച്ച് ഒരു തേങ്ങയുടെ ഇതുണ്ട്. ഇത് മുഴുവൻ വേണമെന്നില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാണ്. അതെ, എത്ര നമ്മൾ ചെയ്യണം അതിനനുസരിച്ച് നോക്കിയിട്ട് ഇനി ഇതിനെ നന്നായി യോജിച്ച് ഇളപ്പിച്ചിട്ട് ഈ തേങ്ങയും അതിൽ കൂടി പിടിക്കട്ടെ. വെല്ലം മുഴുവൻ ചക്കയിൽ ഏകദേശം ചേർന്ന് കഴിഞ്ഞു. ഇപ്പം ഈ തേങ്ങയും കൂടി ഒന്ന് ചേർന്നാൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് വാങ്ങി വയ്ക്കാം. കുറച്ചുകൂടി ആയിക്കോട്ടെ. 1 സ്പൂൺ നെയ്യ് ഇതിലുണ്ട് കേട്ടോ. അതുകൂടി അതിൽ കൂടി ഒഴിച്ചോട്ടെ. നല്ലോണം ഒന്ന് വറ്റിക്കോട്ടെ നന്നായിട്ട്. വെള്ളം ഇറങ്ങിക്കോട്ടെ. അടിയിലൊന്നും ഒട്ടാതിരിക്കാൻ പറ്റുന്നല്ലേ. അതിനാണ് നെയ്യ് ഒഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടി ആവുമ്പോൾ നന്നായിരിക്കും. കുറച്ച് കടിക്കാനും ഉണ്ടാവും അതിൽ. ആവാറായോ? ആ, ഏകദേശം ആവാറായി. നല്ല കുറുകി വന്നിട്ടുണ്ടല്ലേ. കുറുകി വന്നു അല്ലേ? കുറുകി നന്നായിട്ട് കുറച്ചുകൂടെ വറ്റിക്കോട്ടെ. ഇത് എത്ര ദിവസം ഇരിക്കും? ഒരുപാട് മാസങ്ങളൊന്നും വെച്ച് ഇരിക്കാൻ പറ്റില്ല. ഏറിയത് 1 മാസം മുമ്പ് എടുക്കണം. ഓക്കെ. തേങ്ങയൊക്കെ അങ്ങനെ ഇടുന്നതല്ലേ, അതുകൊണ്ട്. നെയ്യ് ആവശ്യം പോലെ ഒഴിക്കാട്ടോ. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഉള്ളൂ. ആവുന്നിടത്തോളം ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. ചെറുതായിട്ടും കൂടി ഉണ്ട് തോന്നുന്നു. കുറച്ചും കൂടി ഇരുന്നോട്ടെ. വെള്ളം വറ്റണവരെ വെള്ളം വറ്റണം. മയം ഇതൊക്കെ പോകണം. തേങ്ങയും കൂടി ഇട്ടതല്ലേ, അതും കൂടി ഒന്ന് വരണ്ട് വന്നോട്ടെ. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ വേണ്ടവർക്ക് ഇടാം. പൂർണ്ണം റെഡിയായി. ഇതിനെ മണക്കാണ്. ഇത് തണുത്തിട്ട് പാത്രത്തിലാക്കി ആവശ്യം പോലെ ഉപയോഗിക്കാം. ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. അതാട്ടോ ചക്കപ്പൂർണം. കാണുമ്പോൾ കൊതിയായിട്ട് വയ്യ എനിക്ക്. ഇതാണ് നമ്മുടെ ചക്കപ്പൂർണം. ചക്കയുടെ കാലമായതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കും, കഴിച്ച് നോക്കി അഭിപ്രായം പറയൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.